മഴത്തൂരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് കമ്മീഷണർ ബബിതയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി എറണാകുളത്തുള്ള തന്റെ ഓഫീസിൽ എത്തിക്കണം എന്ന് നിർദ്ദേശിച്ചതിന് പ്രകാരം സ്റ്റാൻലി ബബിതയെ കൂട്ടിക്കൊണ്ട് എറണാകുളത്തേക്ക് പുറപ്പെട്ടു. നല്ല ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഒരു ഹോട്ടലിന്റെ വാതിക്കൽ ഒതുക്കിയതിനു ശേഷം സ്റ്റാൻലിയും ബബിതയും കൂടി ഹോട്ടലിലേക്ക് ചായ കുടിക്കുവാൻ വേണ്ടി കയറി പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് വളരെ യാദൃശ്ചികമായി വൈജയന്തി അവരെ കാണുന്നു. ബബിത ഹോട്ടലിലേക്ക് ഒരു വലിയ മനുഷ്യനൊപ്പം കുടയും ചൂടി കയറിപ്പോകുന്ന കാഴ്ച കണ്ടെങ്കിലും അതാരാണ് എന്നവർക്കറിയില്ലായിരുന്നു. അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി അവർക്ക് പിന്നാലെ ഹോട്ടലിലേക്ക് കയറി ചെന്ന വൈജയന്തി ഒരു നിമിഷം ഞെട്ടിപ്പകച്ചു നിന്നുപോയി. 24 വർഷങ്ങൾക്ക് മുൻപ് താൻ പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ വേഗം വരാമെന്ന് പറഞ്ഞ് തന്നെ വിട്ടുപോയ ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫ്. വൈജയന്തിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ചുറ്റുമുള്ള ലോകങ്ങൾ, നക്ഷത്രങ്ങൾ, സൗരയുധങ്ങൾ എല്ലാം അതിവേഗം ഭ്രമണം ചെയ്യുകയാണ്. അനന്തവിഹായസിൽ നിന്നും ഒരു കടുംതുടി മുഴങ്ങുന്നുണ്ട്. ആ ഭ്രമണത്തിന്റെ തുടിമുഴക്കത്തിൽ ഭൂതച്ചുഴിയിൽപ്പെട്ട ഒരു കച്ചിത്തുരുമ്പ് പോലെ അവൾ 24 വർഷം പിൻപിലേക്ക് പാറിപ്പോവുകയും വേഗം പാഞ്ഞെത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തു പറയണമെന്നറിയാതെ പകച്ചു നിന്ന വൈജയന്തിയെ കൂടെ വന്നൊരാളാണ് മടക്കിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് പരിസരബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പാരവശ്യത്തോടും പരിഭ്രാന്തിയോടും കൂടി അവർ സഹപ്രവർത്തകരിരുന്ന വാഹനത്തിനുള്ളിലേക്ക് കയറി. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് ഒന്നുകൂടി നോക്കി. അപ്പോൾ ഹോട്ടലിന്റെ ചില്ലുവാതിൽ പാതി തുറന്നു പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്ന വാഹനം പതിയെ മുൻപോട്ട് നീങ്ങി. ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു ബബിത. സ്റ്റാൻലി ഫാമിലി ക്യാബിനിലേക്ക് തിരിച്ചെത്തി. ബബിത ചോദ്യഭാവത്തിൽ നോക്കി നിൽക്കുകയാണ്. പപ്പ ഇപ്പോഴും ഷോക്കിൽ നിന്നും മോചിതയായിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. സ്റ്റാൻലി കസേരയിലേക്ക് മെല്ലെ ഇരുന്നു. പിന്നാലെ ബബിതയും. സ്റ്റാൻലി കോഫി എടുത്തൊരു കവിൾ കുടിച്ചു. അത് തണുത്തിരുന്നു. സ്റ്റാൻലി ബബിതയുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖത്ത് ഇത്രയേറെ സ്തോഭം അവൾ കണ്ടിട്ടേയില്ല, അലീനയോട് ദേഷ്യപ്പെടുമ്പോൾ പോലും. പക്ഷേ പപ്പ തന്നെ അല്ല നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ തലയോട് തുളച്ച് ഭിത്തി തുരന്ന് വാഹനങ്ങളെയും കെട്ടിടങ്ങളെയും കുന്നുകളെയും മറികടന്ന് ആ നോട്ടമേതോ ചക്രവാള ചെരുവിൽ ചെന്ന് നിശ്ചലമായി. അവിടെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നൊരു സ്ത്രീയെ അയാൾ കണ്ടു. അയാൾ അവളോട് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു കഴിഞ്ഞ 24 വർഷം? ആകാശ ചെരുവുകളിൽ ആ ചോദ്യം പ്രതിധ്വനിച്ച് അയാളുടെ നേർക്ക് തന്നെ തിരിച്ചു വന്നു. നീ എവിടെയായിരുന്നു കഴിഞ്ഞ 24 വർഷം? മേഘങ്ങൾക്കുള്ളിലൂടെ വർഷങ്ങളുടെയും മാസങ്ങളുടെയും പക്ഷികൾ ചിറകടിച്ചു പറന്നുപോയിക്കൊണ്ടേയിരുന്നു. സ്റ്റാൻലി ഉള്ളം കൈയിൽ നെറ്റി താങ്ങി കൈമുട്ടു മേശമേലൂന്നി തല താഴ്ത്തിയിരുന്നു. ബബിതയുടെ ഐസ്ക്രീം ഉരുകി നിറമുള്ള ദ്രാവകമായി. വെയിറ്റർ കടന്നു വന്ന് ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റാൻലി ഞെട്ടി കണ്ണുകൾ മിഴിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, വേണ്ട, ഒന്നും വേണ്ട. അയാൾ ബബിതയുടെ ഐസ്ക്രീം ബൗളിലേക്ക് നോക്കി. അതവൾ കഴിച്ചിട്ടില്ല. സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്തെങ്കിലും വേണോ ഇനി? വേണ്ട. ബബിത ടിഷ്യൂ പേപ്പർ എടുത്ത് കൈകൾ തുടച്ചു. ബില്ല് തന്നേക്കൂ, സ്റ്റാൻലി പറയുകയാണ്. ബില്ല് കൊടുത്ത് കാറിനടുത്തേക്ക് നടക്കുമ്പോഴും സ്റ്റാൻലി മൗനിയായിരുന്നു. കാറിൽ കയറി അയാൾ ഏതാനും നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. ബബിത വല്ലായ്മയോടെ അയാളോട് ചോദിക്കുകയാണ്, പപ്പയ്ക്ക് വിഷമമായി അല്ലേ? സ്റ്റാൻലി ഉടൻ തന്നെ തല വെട്ടിച്ചിട്ട് പറയുക, ഏയ് ഇല്ല. ബബിത വീണ്ടും ചോദിക്കുകയാണ്, അമ്മ എങ്ങനെ എത്തി ഇവിടെ? എങ്ങനെ കണ്ടുപിടിച്ചു? സ്റ്റാൻലിക്ക് അറിയില്ല. അയാൾ പറയുകയാണ്, ഇറ്റ് മേ ബി ആക്സിഡൻ്റലി. അമ്മയ്ക്ക് ഭയങ്കര ഷോക്കായിപ്പോയി കേട്ടോ. അതെ. പപ്പയ്ക്കും? പപ്പ പിറകിന് ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ. പപ്പയോട് എന്തെങ്കിലും സംസാരിച്ചോ അമ്മ? ഇല്ല, ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോകുന്നത് കണ്ടു. എന്തെങ്കിലും കുഴപ്പമാവുമോ പപ്പ? കുഴപ്പമുണ്ടല്ലോ. നമ്മളെ ഒന്നിച്ച് കണ്ടത് വൈജയന്തിക്ക് വലിയ സംശയത്തിനും ചിന്താക്കുഴപ്പത്തിനും ഇടയാക്കും. സ്വന്തം അടിത്തറ ഇളകിയോ എന്ന സംശയവും പേടിയും കാരണം അവൾ അന്വേഷണം നടത്തും. അപ്പോൾ ബബിത, അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എന്നായാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ പപ്പ? സ്റ്റാൻലി നിഷേധരൂപേണ തലയാട്ടിക്കൊണ്ട് പറയുകയാണ്, അല്ല, അതിങ്ങനെയല്ല. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് നഗരത്തിലേക്ക് കടന്നു. മാമച്ചൻ്റെ വീട്ടുവളപ്പിൽ കാർ എത്തിയപ്പോൾ തന്നെ സിറ്റൗട്ടിൽ കാത്തുനിന്ന രേവതിക്കുട്ടിയും ചിന്നുമോളും ഷെറിനും ഇറങ്ങിച്ചെന്നു. സ്റ്റാൻലി കാർ പോർച്ചിനരികെ വണ്ടി നിർത്തി. രേവതിക്കുട്ടിയും ബബിതയും തമ്മിൽ മുൻപ് അടുപ്പമൊന്നുമില്ലായിരുന്നുവെങ്കിൽ കൂടി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ബബിതയുടെ അരികെ ചെന്ന് രേവതിക്കുട്ടി അവളുടെ കരം ഗ്രഹിച്ച് സൗഹൃദത്തിന്റെ പുഞ്ചിരി നൽകി. ഷെറിനും അവൾക്ക് നേരെ ഒരു പുഞ്ചിരി തൂകി സൗഹൃദം സ്ഥാപിച്ചു. ചിന്നുമോൾ സ്റ്റാൻലിക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് നൈസ് ടു മീറ്റ് യു എന്ന് അഭിവാദ്യം ചെയ്തു. വെരി നൈസ് ടു മീറ്റ് യു എന്ന് സ്റ്റാൻലി അവളുടെ കവളത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു. അയാൾ മുഖമുയർത്തി ഷെറിനെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സുഖമല്ലേ? സുഖമാണ്. അപ്പോൾ ചിന്നുമോൾ, എനിക്കും സുഖമാ. അപ്പോൾ രേവതിക്കുട്ടി കപട ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ സുഖമാണോ നിനക്കെന്ന്? ഇപ്പോൾ ചോദിക്കും എന്നോട്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, മോൾക്ക് സുഖമാണോ? ആ. ചിന്നുമോൾ എന്നിട്ട് പന്തയം ജയിച്ച മാതിരി രേവതിക്കുട്ടിയെ ഒന്ന് നോക്കി. ചൈനീസ് പാവയെ പോലെ തലയാട്ടി കാണിച്ചു.
സ്റ്റാൻലി രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്. രേവതിക്കുട്ടി എന്തു പറയുന്നു? അവൾ പെട്ടെന്ന് തട്ടിവിടുകയാണ്. സ്വാഗതം പറയുന്നു. ഓക്കെ, താങ്ക് യു. സ്റ്റാൻലി മന്ദഹസിച്ചു. ഈ ആൻറ്റിയുടെ പേരെന്താ രേവ ആൻറ്റി? ചിന്നുമോൾ ചോദിക്കുകയാണ്. ബബിത. പവിത അല്ലേ? പവിതയല്ല, ബബിത. ചിന്നുമോൾ തുടർന്ന് നല്ല അക്ഷരസ്ഫുടതയോടുകൂടി വീണ്ടും ഉച്ചരിച്ചു. ബബിത, ബബിത ആൻറ്റി. സ്റ്റാൻലി സിറ്റൗട്ടിന് നേർക്ക് നടന്നു. വാ. രേവതിക്കുട്ടി ബബിതയുടെ കൈ പിടിച്ച് പിന്നാലെ നീങ്ങി. മാമച്ചനും ഗ്രേസമ്മയും സിറ്റൗട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നഗരം പിന്നിട്ടതോടെ ബസ്സിന് വേഗം കൂടി. വൈജയന്തിയുടെ തലയ്ക്കുള്ളിൽ നാനാതരം സംശയങ്ങളും ആശങ്കകളും കെട്ടുപിണഞ്ഞു പെരുകിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സ് ഹോട്ടലിലെ ഫാമിലി ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സ്റ്റാൻലി ജോസഫും ബബിതയും തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി? അവർ തമ്മിൽ എവിടെ വെച്ച് പരിചയമായി? അവർ തമ്മിൽ എന്തു തരം ബന്ധമാണ് നിലവിലുള്ളത്? ബബിത താൻ പണ്ട് സ്നേഹിച്ചിരുന്ന വൈജയന്തിയുടെ മകളാണെന്ന് സ്റ്റാൻലിക്ക് അറിയാമോ? താനും സ്റ്റാൻലിയും തമ്മിൽ സ്നേഹിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റാൻലി ബബിതയെ അറിയിച്ചിട്ടുണ്ടാവുമോ? തണുപ്പ് കാറ്റടിച്ചിട്ടെന്ന വണ്ണം വൈജയന്തി ഒന്ന് കുളിർന്നു വിറച്ചു. കൈത്തണ്ടയിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ബബിത അലീനയ്ക്കൊപ്പമാണെന്നായിരുന്നു തനിക്ക് ലഭിച്ച വിവരം. അലീന എവിടെയാണുള്ളത്? സ്റ്റാൻലിയും അലീനയും തമ്മിൽ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ താൻ വൈജയന്തിയുടെ വീട്ടുവേലക്കാരിയായിരുന്ന വിവരം അലീന സ്റ്റാൻലിയെ അറിയിച്ചിട്ടുണ്ടാവുമോ? പൊടുന്നനെ വൈജയന്തിക്ക് തോന്നി തൻ്റെ ചിന്തകളെല്ലാം ഭ്രാന്തമാണെന്ന്. സംശയങ്ങൾക്കൊന്നിനും ഒരടിസ്ഥാനവുമില്ലെന്ന് തോന്നി. സൈന്യത്തിൽ നിന്ന് വിരമിച്ച് സ്റ്റാൻലി ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മാനേജരോ സൂപ്രണ്ടോ ആയി എറണാകുളത്ത് തന്നെ ജോലി ചെയ്യുകയായിരിക്കാം. ഒരുപക്ഷെ സ്റ്റാൻലി സ്വന്തമായി ഒരു സ്ഥാപനം തന്നെ നടത്തുന്നുണ്ടായിരിക്കാം. അലീന ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിലുമായിരിക്കാം. ആരെയും ആകർഷിക്കുവാനുള്ള ജന്മസിദ്ധമായ കഴിവുള്ളതുകൊണ്ട് അലീന സ്റ്റാൻലിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കും. സ്വാഭാവികമായും അലീനയോടൊപ്പം താമസിക്കുകയും നിഴൽ പോലെ കൂടെ നടക്കുകയും ചെയ്യുന്ന ബബിതയും സ്റ്റാൻലിയും പരിചയപ്പെട്ടിരിക്കാം. ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ അല്ലെങ്കിൽ മടങ്ങുന്നതിനിടയിൽ സ്റ്റാൻലി കൊടുത്തൊരു ഫ്രീ ലിഫ്റ്റ്, ഇടയ്ക്ക് ഒരു കോഫി കഴിക്കുന്നോ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നത് സാമാന്യ മര്യാദ. പക്ഷേ അത്തരം ഔപചാരികമായൊരു ഇടപെടലല്ലോ താൻ കണ്ടത്. വളരെ അടുപ്പമുള്ളവരെ പോലെയായിരുന്നു അവർ പെരുമാറിയത്. ഒരേ കുടക്കീഴിൽ ബബിതയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സ്റ്റാൻലി ഹോട്ടലിലേക്ക് കയറിപ്പോയത്. അടുപ്പമില്ലാത്തവരോട് അങ്ങനെ വഴങ്ങുന്ന സ്വഭാവക്കാരിയല്ല ബബിത. സ്റ്റാൻലിയും അപരിചിതരോട് വേഗത്തിൽ ഇണങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. സ്റ്റാൻലിക്ക് ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ മാത്രമേ ആഗ്രയിൽ താമസിച്ച കാലത്തുണ്ടായിരുന്നുള്ളൂ. സ്റ്റാൻലിയുടെ ആകാര ഗാംഭീര്യവും കണ്ണുകളുടെ തീഷ്ണതയും മുഖത്ത് സദാ പ്രതിഫലിക്കുന്ന നിശ്ചയദാർഢ്യവും സ്റ്റാൻലിയോട് പെട്ടെന്ന് അടുക്കുന്നതിൽ നിന്നും ആളുകളെ വിലക്കി. വലിയ ഗൗരവക്കാരനായിരുന്നു. ഈ ഗൗരവക്കാരനെ എന്തു പേരിൽ സംബോധന ചെയ്യും എന്ന ചിന്ത കുറേ കാലം മനസ്സിനെ കുഴക്കിയിരുന്നുവെന്ന് വൈജയന്തി ഓർത്തു. ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫ് എന്നത് ഒരു ഉഗ്രൻ സംബോധനയാണ്. പട്ടാള യൂണിഫോമിൽ നിൽക്കുമ്പോൾ ആ പേരിന് മുൻപിൽ മറ്റെല്ലാ പേരുകളും നിഷ്പ്രഭമായി പോകുന്നത് പോലെ അക്കാലത്ത് തോന്നിയിരുന്നു. പക്ഷെ തനിക്ക് മാത്രം വിളിക്കുവാൻ ഒരു പേര് വേണം. കൊഞ്ചി വിളിക്കാൻ കൂടി പറ്റുന്ന, സ്നേഹം വിഴിഞ്ഞൊഴുകുന്ന ഒരു ചെല്ലപ്പേര്. 1000 പേരുകളുമായി സ്റ്റാൻലിയെ കൂട്ടിയിണക്കി നോക്കി. പക്ഷെ ഇണങ്ങുന്നില്ല. ഒടുവിൽ സ്റ്റാൻലി തന്നെ രക്ഷയ്ക്കെത്തി. അപ്പച്ചനും അമ്മച്ചിയും തന്നെ വിളിക്കുന്ന ചെല്ലപ്പേര് അത് വെളിപ്പെടുത്തി. ലാലിച്ചൻ. ആലിപ്പഴം പോലെ നാക്കിലലിയുന്ന പേര്. മഞ്ഞുകണം പോലെ മേലാകെ കുളിരു പകരുന്ന പേര്. തേൻതുള്ളി പോലെ മധുരിക്കുന്ന പേര്. ആഗ്രയിലെ വസന്തകാല രാത്രികളിൽ സൈനിക വസതിയുടെ ഒരു ജനൽപ്പാളി തുറന്നിട്ട് കിടക്കയിൽ തലയണയെ കെട്ടിപ്പിടിച്ച് ഒരു വശം ചരിഞ്ഞു കിടന്ന് ഇളങ്കാറ്റിലിളകുന്ന ജാലകവിരികളെ വകഞ്ഞുമാറ്റി പതിയെ വിളിച്ചു നോക്കും. ലാലിച്ച, മോനെ. ഹൃദയമൊരു സ്നേഹത്തൊട്ടിലാണ്. ആഗ്ര മുഴുവൻ ലാലിച്ചൻ നടക്കുന്ന വഴികൾ, അവൻ്റെ സൈനിക വാഹനം സഞ്ചരിക്കുന്ന പാതകൾ, സിഒമാരുടെ ക്വാർട്ടേഴ്സ്, അവൻ ഉറങ്ങുവാൻ കിടക്കുന്ന കൂടാരം എല്ലാം ആ തൊട്ടിലിനുള്ളിലുണ്ട്. സുതാര്യമായൊരു സ്വപ്ന പൂമ്പട്ട് വിരിച്ചുകൊണ്ട് മൂടി പുതച്ചവൻ കിടക്കുന്നത് കാണാം. ലാലിച്ച, എടാ കള്ള, നീ ഉറങ്ങിയോ? പെട്ടെന്ന് പടക്കം പൊട്ടിയതുപോലൊരു ശബ്ദം. വൈജയന്തി ഞെട്ടിപ്പോയി. താൻ ഏത് ലോകത്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. ബസ് ഓടുന്നുണ്ട്. തൊട്ടു മുന്നിലെ സീറ്റിലിരുന്ന അനുപ്രിയ കയ്യിൽ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന ട്യൂബ് ബലൂണിൻ്റെ അറ്റത്തെ ആപ്പിൾ ബലൂൺ പൊട്ടിച്ചതാണ്. അവൾ അവശേഷിച്ച ട്യൂബ് ഉയർത്തിക്കാട്ടി ചിരിക്കുന്നു. വൈജയന്തി ഒരു ദീർഘശ്വാസമെടുത്തു. ചിന്തകളുടെ തുടക്കം എവിടെയായിരുന്നുവെന്നോ അതെവിടെ നിലച്ചെന്നോ അവൾക്ക് മനസ്സിലായില്ല. സ്റ്റാൻലി ജോസഫിനെയും ബബിതയെയും ഹോട്ടലിലെ ഫാമിലി ക്യാബിനിൽ കണ്ട രംഗം അവൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്നു. ആകസ്മികമായി സംഭവിച്ച ഒരു കൂടിക്കാഴ്ച, അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് വൈജയന്തി ഭയപ്പെട്ടു. താനും സ്റ്റാൻലിയും തമ്മിൽ കണ്ടപ്പോൾ രണ്ടുപേരുടെയും മുഖത്തുണ്ടായ ഭാവമാറ്റം ബബിത ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ അവൾക്കോ സ്റ്റാൻലിക്കോ ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഇനി അവർ തമ്മിൽ കൂടുതൽ പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്തേക്കാം. തൻ്റെ മകളാണ് ബബിത എന്നറിയുമ്പോൾ സ്റ്റാൻലി കഴിഞ്ഞ കാലത്തിൻ്റെ ഏടുകൾ അവളുടെ മുമ്പിൽ തുറക്കാൻ തയ്യാറാവുമോ? ബബിതയോട് എല്ലാ കാര്യങ്ങളും അയാൾ വെട്ടിത്തുറന്നു പറയുമോ? ബബിത അറിഞ്ഞാൽ തീർച്ചയായും അത് അലീനയോട് പറയാതിരിക്കില്ല.
അലീനെ അത് തീർച്ചയായും ബാലേട്ടനെയും അറിയിച്ചിരിക്കും. 24 വർഷം താൻ മൂടിവെച്ച രഹസ്യം വൈജയന്തിയുടെ നെഞ്ചിൽ ആധി പെരുകി. അവൾ സീറ്റിലേക്ക് ചാരി തളർന്നു കിടന്നു. കാറ് വീട്ടുമുറ്റത്തേക്ക് കയറ്റി നിർത്തിയിട്ട് ശിവശങ്കര മേനോൻ ഇറങ്ങി. പുറകെ വലിയ ബാഗും തൂക്കി സ്കൂൾ യൂണിഫോം വേഷത്തിൽ കൃഷ്ണജയും. കൃഷ്ണജ സിറ്റ് ഔട്ടിൽ കയറി ഡോർബെൽ അടിക്കുവാൻ ഭാവിക്കുമ്പോഴേക്കും വൈജയന്തി വന്ന് വാതിൽ തുറന്നു. അവൾ ചോദിക്കുകയാണ്, അമ്മ എപ്പോഴാ വന്നേ? 4 ദിവസത്തെ വിരഹത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയുടെ ആഹ്ലാദം പങ്കിടുവാൻ കൃഷ്ണമോൾ ശ്രമിക്കുകയാണ്. അപ്പോൾ വൈജയന്തി തണുപ്പൻ ശബ്ദത്തിൽ പറയുകയാണ്, അരമണിക്കൂർ പോലും ആയിട്ടില്ല. അമ്മയുടെ മുഖത്തെ ഉന്മേഷക്കുറവ് കൃഷ്ണജയിൽ വല്ലായ്മയുളവാക്കി. അമ്മ ക്ഷീണിച്ചിരിക്കുന്നു. നിനക്ക് സുഖമായിരുന്നല്ലോ അല്ലേ? അതൊരു ഭംഗിവാക്കാണെന്ന് കൃഷ്ണജയ്ക്ക് മനസ്സിലായി. അമ്മയുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. ഈ സമയത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറി വന്ന ശിവശങ്കര മേനോൻ പറയുകയാണ്, നീ ഇവൾക്ക് വല്ലതും വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കടി. 4 ദിവസമായില്ലേ അവൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ 4 ദിവസം അവൾ കൊല്ലപ്പള്ളി വീട്ടിലായിരുന്നു താമസം. വൈജയന്തി തിരിച്ചെത്തിയ ഉടനെ വിളിച്ചു വരുത്തിയതാണ്. ശിവശങ്കരന് മറുപടിയായി വൈജയന്തി പറയുകയാണ്, കൊടുത്തോളാം ശിവേട്ട. അപ്പോൾ ശിവശങ്കരൻ വീണ്ടും വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ഒരുമാതിരി പേടി കിട്ടിയതുപോലെ? അതിന് മറുപടി പറയാതെ വൈജയന്തി കൃഷ്ണജയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, മോള് പോയിരുന്നു പഠിക്ക്. ഞാൻ ചായക്ക് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ഇപ്പം തരാം. ഇത്രയും പറഞ്ഞിട്ട് വൈജയന്തി അടുക്കളയിലേക്ക് നടന്നു. ശിവശങ്കര മേനോൻ അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഞാൻ പോയിക്കോട്ടെ? ശിവേട്ടൻ എന്താ ഇത്ര ധൃതി? ശിവേട്ടൻ തന്നെ കൃഷ്ണമോളെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പോലും ചോദിച്ചില്ലല്ലോ. എന്തുകൊണ്ടാ വൈജയ്? എന്തു പറ്റി? എനിക്ക് ചില കാര്യങ്ങൾ ശിവേട്ടനോട് പറയാനുണ്ട്. ശിവശങ്കരൻ്റെ നെറ്റി ചുളിഞ്ഞു. വൈജയന്തി വീണ്ടും കിച്ചണിലേക്ക് കയറിപ്പോയി. ശിവശങ്കര മേനോൻ പിറകെ കയറി ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ വൈജയ്, എന്തെങ്കിലും സീരിയസ് ആയ പ്രശ്നമുണ്ടോ? അതെ. ആ, നിന്റെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. വൈജയന്തി വാതിക്കൽ ചെന്ന് നോക്കി. ഊണുമുറിക്കും അപ്പുറത്ത് ലിവിംഗ് റൂമിലാണ് കൃഷ്ണ. ശിവേട്ട, ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ കാര്യം പറ വൈജയ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഞാൻ ബബിതയെ കണ്ടു. അവൾ അലീനയുടെ കൂടെ അല്ലായിരുന്നു? ഞാൻ കാണുമ്പം ശിവേട്ട, അവളുടെ കൂടെ ഉണ്ടായിരുന്നത് സ്റ്റാൻലി ജോസഫാണ്. സ്റ്റാൻലി ജോസഫോ? ഏത് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ശിവശങ്കര മേനോന്റെ ശബ്ദം മുറിഞ്ഞു. അയാൾക്ക് പിടികിട്ടിയെന്ന് വൈജയന്തിക്കും മനസ്സിലായി. അതുതന്നെ ശിവേട്ട, ആഗ്രയിലുണ്ടായിരുന്ന സ്റ്റാൻലി ജോസഫ്. അവർ രണ്ടുപേരും ഒരു കുടക്കീഴിലാണ് ഹോട്ടലിലേക്ക് കയറിപ്പോയത്. നല്ല അടുപ്പമുള്ളവരെ പോലെ. വൈജയന്തിയുടെ ഒച്ച വിറച്ചതാണു. മൈ ഗോഡ്, നിന്നെ അവർ കണ്ടോ? കണ്ടു. വൈജയന്തി സംഭവം മുഴുവൻ ശിവശങ്കരനോട് വിശദമായി പറഞ്ഞു. ശിവശങ്കര മേനോൻ തരിച്ചിരിക്കുകയാണ്. ശിവേട്ട, അവർ തമ്മിൽ എവിടെ വെച്ചാണ് പരിചയം? എങ്ങനെ കണ്ടുമുട്ടി? വളരെ അത്യാവശ്യമായി ശിവേട്ടനാവൊന്ന് അന്വേഷിക്കണേ. ഇനി അതറിയാതെ എനിക്ക് ഉണ്ണാനും ഉറങ്ങാനും പറ്റില്ല. വൈജയന്തി പാരവശ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് കുളത്തുപുഴയിലെ വീട്ടിലെ രംഗങ്ങളാണ്. അലീന ചെന്ന് നോക്കുമ്പോൾ ടാനിയ ഒരു വശം ചെരിഞ്ഞ് തലയണയും കെട്ടിപ്പിടിച്ച് അലസമായി കിടക്കുകയായിരുന്നു. അലീന അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവളോട് പറയുകയാണ്, നീ ഇങ്ങനെ എപ്പോഴും ചടഞ്ഞുകൂടി കിടക്കരുതേ. സമയം വളരെ വിലപ്പെട്ടതാ. എന്തെല്ലാം ചെയ്യാനുണ്ട് നിനക്ക്? എനിക്ക് ഒന്നിനും ഒരു മൂഡില്ല ചേച്ചി. പഠിക്കാനായിട്ട് ബുക്ക് എടുത്തു വെച്ച് 1/2 പേജ് വായിക്കുമ്പോഴേക്കും കോൺസെൻട്രേഷൻ പോവും. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യാനും ജോലിക്കാരും ഉണ്ട്. അത് ശരി, ജോലിയില്ലെന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട, എൻ്റെ കൂടെ വാ. അലീന അവളെ വിളിച്ചു. ടാനിയ മടിച്ചിരിക്കുകയാണ്. നിന്റെ മമ്മിയുടെ കൈയും കാലും ഒക്കെ കുഴമ്പിട്ട് മസാജ് ചെയ്യാൻ പോവാ. എനിക്കേ നിന്റെ സഹായം കൂടെ വേണം. എനിക്കറിയില്ല ചേച്ചി. അത് അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്നെപ്പോലെ തന്നെ മടിച്ചിയായിരുന്ന ഒരു പെൺകുട്ടിയാ ഇത്രയും ദിവസവും ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ അച്ഛൻ വലിയൊരു സ്വർണ്ണക്കടയും ജൗളിക്കടയുമുള്ള മുതലാളിയാ. എന്നിട്ടും അഞ്ചലിന്റെ വീട്ടിൽ അവളൊരു വീട്ടുവേലക്കാരിയെ പോലെ നിന്ന് ജോലി ചെയ്തു. നിന്റെ മമ്മിയെ എത്രയോ ദിവസം അവൾ ശുശ്രൂഷിച്ചു. നീ ചെയ്യാൻ അറയ്ക്കുന്ന ജോലി പോലും അവൾ ചെയ്തില്ലേ? മലമൂത്രങ്ങൾ എടുത്ത് മാറ്റുകയും കുളിപ്പിക്കുകയും വരെ ചെയ്തില്ലേ? എന്തിനു വേണ്ടിയാ? നിന്റെ മമ്മി അവളുടെ ആരെങ്കിലും ആണോ? നിന്നോടോ മമ്മിയോടോ എന്തെങ്കിലും കടപ്പാടുണ്ടോ അവൾക്ക്? 3 നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണോ അവളത് ചെയ്തുകൊണ്ടിരുന്നത്? അഞ്ചലിലെ വീട് തൂത്തു തുടയ്ക്കുകയും മുറ്റമടിക്കുകയും വിഴുപ്പലക്കുകയും എച്ചിൽ പാത്രങ്ങൾ കഴുകുകയും ഒക്കെ ചെയ്തില്ലേ അവള്? മനുഷ്യരെ, അത് അന്യരാണെങ്കിൽ പോലും സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ പഠിക്കുകയായിരുന്നു അവൾ. എന്നോടുള്ള അലിവും സ്നേഹവും അവൾ നിങ്ങൾക്ക് കൂടി പങ്കിട്ട് തരികയായിരുന്നു. നീയും അത് ശീലിക്കണം. ടാനിയ വല്ലായ്മയോടെ അലീനയെ നോക്കി. കുറ്റം പറഞ്ഞതല്ല മോളെ ഞാൻ. ബബിത അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. നിന്റെ മമ്മിയെ നീയല്ലേ നോക്കേണ്ടത്? നിന്റെ കടമയല്ലേ? ഇപ്പോഴേ അത് ചെയ്തു പഠിച്ചു. നിനക്ക് മുന്നോട്ടാണ് ദൂരെ കൂടുതൽ. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് തിരുത്താൻ വേണ്ടി മാത്രമായിരിക്കണം. എഴുന്നേറ്റ് വാ. അലീന അവളുടെ കൈ പിടിച്ച് എൽസമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അലീന കുഴമ്പ് ചൂടാക്കി വെച്ചിരുന്നു. മസാജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അവൾ ടാനിയയ്ക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ ടാനിയ മസാജ് ചെയ്യുന്നതിൽ എൽസമ്മ പ്രതിഷേധം പ്രകടിപ്പിച്ചു.
വേണ്ട, അവൾ ടാനിയുടെ കൈ തട്ടി മാറ്റി. അത് കണ്ടുകൊണ്ട് അലീന ചിരിയോടെ പറയുകയാണ്, നിന്നോട് ദേഷ്യ. മമ്മി തീരെ വയ്യാതെ കിടന്നപ്പോൾ നീ മമ്മിയുടെ അടുത്ത് ചെന്നില്ല, ഒരാശ്വാസ വാക്കുപോലും പറഞ്ഞില്ല. അറപ്പോടെ മാറി നിൽക്കുകയല്ലേ ചെയ്തത്. റീത്താമ്മ ആൻറ്റി ഓർഫനേജിൽ കൊണ്ടുവന്ന് തള്ളാൻ തീരുമാനിച്ചപ്പോൾ നീയും അതിന് കൂട്ടുനിന്നു. അതിൻ്റെ എല്ലാം ദേഷ്യം മമ്മിക്കുണ്ട്. അപ്പോൾ ടാനിയ, മമ്മി അങ്ങനെ പറഞ്ഞോ? എല്ലാം പറഞ്ഞിട്ടാണോ നമ്മൾ അറിയേണ്ടത്? പറയാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയണം മോളെ. മമ്മിക്ക് സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, അമർഷമുണ്ട്. പക്ഷേ അതൊക്കെ മാറും. നീ ഇങ്ങനെ വിചാരിക്കണം, നിനക്ക് വയ്യാത്ത മമ്മിയും ശരിക്കും തിരിച്ചറിവില്ലാത്ത ഒരനുജത്തിയും ധൈര്യക്കുറവുള്ള ഒരനുജനുമുണ്ടെന്ന്. നീ മാത്രമാണ് വേണ്ടത്ര തൻ്റെ ഇടവും ബുദ്ധിയുമുള്ള ആരോഗ്യമുള്ള ഒരുവൾ. പപ്പയാണെങ്കിൽ മനസ്സുകൊണ്ട് അകന്നു നിൽക്കുന്നു. നിനക്കാണ് എല്ലാവരുടെയും കാര്യത്തിൽ ഉത്തരവാദിത്തം. ഞാനും ബബിതയുമൊക്കെ ഇടയ്ക്ക് വന്നു കയറിയ വഴിയാത്രക്കാരാണ്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം നിനക്ക് പറയാൻ കഴിയണം, എൻ്റെ വീടിനി ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി, എന്നെക്കൊണ്ടത് പറ്റും എന്ന്. അലീന പോകും എന്ന സൂചന ടാനിയയിൽ ഒരു നടുക്കമുളവാക്കി. അവൾ ഇമ വെട്ടാതെ അലീനയെ തന്നെ നോക്കി. അലീന എൽസമ്മയുടെ ഇടത്തെ തോളത്ത് കുഴമ്പ് പുരട്ടി താഴെ കുഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആക്റ്റീവ് റെസിസ്റ്റീവ് എക്സർസൈസിൻ്റെ സമയമാണിത്. കൈകൾക്കും കാലുകൾക്കും കുറേശ്ശെ ബലം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം, രണ്ടുപേർ താങ്ങി പിടിച്ചാൽ നടക്കുകയും ചെയ്യാം. ടാനിയ എൽസമ്മയുടെ വലത് കൈ തടവുമ്പോൾ അവരൽപ്പം ബലം പിടിച്ചു. അപ്പോൾ അലീന പറയുകയാണ്, അവളോട് പിണക്കം വിചാരിച്ചിട്ട് കാര്യമില്ല ആൻറ്റി. ആൻറ്റി കൊടുത്തതല്ലേ അവൾക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും പഠിപ്പിച്ചിരുന്നെങ്കിൽ അവരത് തിരിച്ചു തന്നേനെ. പക്ഷേ അവർ പഠിച്ചത് വെറുക്കാനും സംശയിക്കാനും കുറ്റം പറയാനും പകയും ദേഷ്യവും മനസ്സിൽ സൂക്ഷിക്കാനും ഒക്കെയാണ്. എൽസമ്മ അതിനൊന്നിനും മറുപടി പറഞ്ഞില്ല. അലീന ഇല്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവളുടെ കാരുണ്യത്തിലോ സ്നേഹത്തിലോ അവർക്ക് തെല്ലും സംശയമില്ല. ഒന്നും കൊണ്ടുപോകാൻ വേണ്ടിയല്ല അവൾ വന്നിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തൻ്റെ ജീവൻ മാത്രമല്ല, തൻ്റെ മക്കളുടെ ജീവിതം കൂടിയാണ് അവൾ മാറോട് അടുക്കി പിടിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ അവർക്കറിയാം. അലീന ചിലപ്പോൾ എൽസമ്മയെ ഉപദേശിക്കും, ഒരൽപ്പം ശാസിക്കുകയും ചെയ്യും, ചിലപ്പോൾ കുറ്റപ്പെടുത്തും. ഒരനിഷ്ടവുമില്ലാതെ എൽസമ്മ അതെല്ലാം കേട്ടുകൊണ്ട് കിടക്കും. അവളത് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. അവൾക്കത് പറയാൻ അർഹതയും അവകാശവുമുണ്ട്. താൻ എന്നെങ്കിലും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ, തനിക്ക് എപ്പോഴെങ്കിലും സ്വന്തം കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുവാൻ കഴിയുമെങ്കിൽ, താൻ ഇനി എത്ര കാലം ജീവനോടെ ഇരിക്കുന്നുവെങ്കിലും അതുവരെ താൻ ഓരോ ശ്വാസവും അലീനയോട് കടപ്പെട്ടിരിക്കുന്നു. അവൾ തൻ്റെ ഭർത്താവായ സ്റ്റാൻലിക്ക് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളാണെന്ന ഓർമ്മ പോലും ഇപ്പോൾ എൽസമ്മയെ അലട്ടാറില്ല. അവൾ ജനിക്കേണ്ടിയിരുന്നത് തന്നെയാണെന്നാണ് എൽസമ്മയുടെ വിശ്വാസം. ഇതെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കണമായിരുന്നു. 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചവൾ ഇവിടെ വരികയും തങ്ങളുടെ എല്ലാം ജീവിതങ്ങളെ തൊട്ട് തലോടുകയും ചെയ്യേണ്ടത് ദൈവകൽപിതമായൊരു നിയോഗമാണെന്ന് പോലും എൽസമ്മ കരുതി. അലീനയുടെ കൈപിടിച്ച് എഴുന്നേൽക്കുവാനും നടക്കുവാനും കഴിയുമെന്ന് അവർക്കിപ്പോൾ ഉറച്ച വിശ്വാസമുണ്ട്. കാലുകൾ കൂടി മസാജ് ചെയ്തതിനു ശേഷം അലീന ടാനിയയുടെ സഹായത്തോടെ എൽസമ്മയെ കമിഴ്ത്തി കിടത്തി. ഇനി പുറം മസാജ് ചെയ്യണം. ടാനിയയ്ക്ക് കൈ കഴിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നീ അല്പം വിശ്രമിച്ചു. ഞാൻ വിചാരിച്ചതുപോലെ എളുപ്പമല്ല കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ടാനിയ കൈ നിവർക്കുകയും മടക്കുകയും ചെയ്തു. അലീന മമ്മിയുടെ പുറം തിരുമുന്നത് നോക്കിക്കൊണ്ട് ടാനിയ കട്ടിലിൻ്റെ അരികിൽ നിന്നു. പെട്ടെന്ന് കാതോർത്തിട്ട് അവൾ പറയുകയാണ്, ചേച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. നീ പോയതിങ്ങ് എടുത്തുകൊണ്ട് വാ. ന്യൂസ് പേപ്പർ എടുത്ത് അതിൽ നല്ലതുപോലെ കൈ തുടച്ചിട്ടെടുക്കണേ. ടാനിയ അലീനയുടെ മുറിയിലേക്ക് പോയി. ടാനിയ തുടർന്ന് വിളിച്ചു ചോദിക്കുകയാണ്, റിങ് ചെയ്ത് തീരാറായി, അറ്റൻഡ് ചെയ്യണോ ചേച്ചി? ആ, അത് ആരാണെന്ന് നോക്ക്. ടാനിയ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് മടങ്ങിയെത്തിയത്. നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? ഫുഡ് കഴിച്ചായിരുന്നോ? ഇതൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അലീനയെ കണ്ടതോടെ ബബിത ചേച്ചിയാ ഇത് പറഞ്ഞുകൊണ്ട് ഫോണ് അലീനയുടെ നേർക്ക് നീട്ടി. അയ്യോ, എൻ്റെ കയ്യിലെല്ലാം കുഴമ്പാണല്ലോ മോളെ, നീ എൻ്റെ ചെവിയിലോട്ടൊന്ന് പിടിച്ചു തന്നാൽ മതി. ടാനിയ അലീനയുടെ ചെവിക്കരികെ ഫോൺ പിടിച്ചു കൊടുത്തു. ഹലോ ബബിതേ, എന്തുണ്ട് മോളെ വിശേഷം? അലീന ചേച്ചി അവിടെ എന്ത് ചെയ്യുക? ആൻറ്റിയെ മസാജ് ചെയ്യുക. ടാനിയയുടെ കയ്യിലാണ് ഫോണ്, എനിക്ക് കൈ ഒഴിവില്ല. ഞങ്ങൾ 4 മണിക്ക് മുമ്പ് എത്തി ചേച്ചി. അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെ മാമച്ചനങ്കിളും ഗ്രേസമ്മ ആൻറ്റിയും ഷെറിൻ ആൻറ്റിയും ചിന്നുമോളും രേവതിക്കുട്ടിയും എല്ലാവരും സുഖമായിരിക്കുന്നു. നിന്റെ ടെൻഷനൊക്കെ മാറിയോ? ഇല്ല, വന്ന വഴിക്ക് പപ്പ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അതോടുകൂടി ഇത്തിരി ധൈര്യം കിട്ടി. 4 അടി കൂടി തരാൻ പപ്പയോട് ഞാൻ പറയേണ്ടതായിരുന്നു, കുറച്ചുകൂടി ധൈര്യം കിട്ടിയനെ. പക്ഷെ ചേച്ചി, ഞാനും പപ്പയും ഇപ്പോൾ വേറൊരു ടെൻഷനില്ല. എന്തു പറ്റി? എന്ത് ടെൻഷൻ? പറഞ്ഞാൽ ചേച്ചി വിശ്വസിക്കത്തില്ല. ഓഹോ, അതെന്താണാവോ അത്ര വലിയ സംഗതി? പറയട്ടെ? പറയടി. ഞാനും പപ്പയും കൂടി ഒരു ഹോട്ടലിൽ കാപ്പി കുടിക്കാൻ കയറി. ഞാനൊരു ഐസ്ക്രീം പറഞ്ഞു, പപ്പ കോഫിയും. അല്ലെങ്കിലും നീ ഒരു ഐസ്ക്രീം കുമാരിയാണല്ലോ. ഞാൻ പറയട്ടെ, കേക്ക്. ഞങ്ങൾ ഇരുന്നത് ഒരു ഫാമിലി ക്യാബിനിലായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പം ഒരു സ്ത്രീ നേരെ മുൻപിൽ നിൽക്കുന്നു. സ്ത്രീയോ? അതാരാ? ആരാണെന്ന് പറ.
ഗ്രേസം ആൻറ്റിയാ? അയ്യോ അല്ല ചേച്ചി. പിന്നാരാ? അമ്മ, സാക്ഷാൽ വൈജയന്തി. അലീനയുടെ മുഖത്തെ ഷോക്ക് ടാനിയ കണ്ടു. അവൾ ഫോൺ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അലീന ചോദിക്കുകയാണ്, സത്യമാണോടി നീ പറഞ്ഞത്? സത്യം? എൻ്റെ യേശുവേ, ഇതെങ്ങനെ സംഭവിച്ചു? വേഗം പറ. എങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല ചേച്ചി. പപ്പയെ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട്? രണ്ടുപേരും വല്ലാണ്ട് ഷോക്ക്ഡായിപ്പോയി. ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഈ ലോകത്തൊന്നും അല്ലായിരുന്നു. ശ്വാസവുമില്ല, അനക്കവുമില്ല, ഒന്നുമില്ല. അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിയാനും വയ്യ. എന്നിട്ട് ഒന്നും സംസാരിച്ചില്ലേ? ഇല്ല ചേച്ചി. ആ സമയത്ത് മറ്റൊരു സ്ത്രീ അന്വേഷിച്ചു വന്നു അമ്മയെ. അമ്മ അപ്പോൾ തന്നെ തിരികെ നടന്നുപോയി. പപ്പ പുറകെ ചെന്ന് നോക്കിയപ്പോഴേക്കും അമ്മ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോയി എന്ന് പറഞ്ഞു. എവിടെയോ ടൂറ് പോയതോ മറ്റോ ആയിരുന്നു അത്രേ. പപ്പ എന്നിട്ട് എന്തു പറഞ്ഞു? ആബ്സെൻറ്റ് മൈൻഡ് ആയിരുന്നു പപ്പ. ഇപ്പോഴും നോർമലായിട്ടില്ല. ഇനിയിപ്പോൾ വലിയ പ്രശ്നമാവുമല്ലോ മോളെ. അതുതന്നെ ആ പപ്പയും പറയുന്നത്. അമ്മ ഇനി അടങ്ങിയിരിക്കില്ല. നീ എവിടെയായിരുന്നു, എങ്ങനെ പപ്പയുടെ കൂടെ കാണാനിടയായി, ഇതെല്ലാം അന്വേഷിക്കും. എന്താ ചേച്ചി ചെയ്യേണ്ടത്? നീ പപ്പയോട് ചോദിച്ചില്ലേ? പപ്പ പറഞ്ഞു അലീന ചേച്ചിയോട് ചോദിക്കാൻ. അലീന ഒരു നിമിഷം ആലോചനയോടെ നിന്നു. ഈ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഒപ്പം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.